കർഷകന്റെ വാക്ക് കൃഷിയുടെ കൂട്ട്. കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. FACT കാർഷിക സ്പോൺസർഡ് പരിപാടി. ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വാക്യൂം ഇംപ്രഗ്നേഷൻ എന്ന സാങ്കേതിക വിദ്യയെ പറ്റിയാണ്. ബദാം, കശുവണ്ടി, നിലക്കടല തുടങ്ങിയവയുടെ ഉപഭോഗത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഉണക്കമുന്തിരി, അത്തിപ്പഴം, വാൽനട്ട്, ഈന്തപ്പഴം എന്നിവയുടെ കാര്യമെടുത്താലും ഉപഭോഗത്തിൽ യഥാക്രമം 3, 4, 6, 7 സ്ഥാനങ്ങളിലാണ് നമ്മുടെ രാജ്യം. ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിലുള്ള ഇവയുടെ സ്വീകാര്യതയും വിപണി വിപുലീകരണത്തിനുള്ള അനന്ത സാധ്യതകളുമാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ബേക്കറികളിലും ഷോപ്പിംഗ് മാളുകളിലും വിവിധ വർണ്ണങ്ങളിൽ ചില്ലുഭരണികളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഉണക്കിയ പഴങ്ങൾ ഏവർക്കും സുപരിചിതമായ കാഴ്ചയാണ്. എന്നാൽ എന്തിനാണ് പഴങ്ങൾ ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കുന്നതെന്നോ അവ എങ്ങനെയായിരിക്കും ഉണക്കിയെടുക്കുന്നതെന്നോ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? പോഷക സമ്പുഷ്ടമായ ഭക്ഷണക്രമത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ഉണക്കിയ പഴങ്ങൾ എന്ന് നമുക്കറിയാം. ബദാം, പിസ്ത, വാൽനട്ട്, അത്തിപ്പഴം, ഉണക്കമുന്തിരി, ആപ്രിക്കോട്ട് എന്നിങ്ങനെയുള്ള വിദേശ ഇനങ്ങൾ നമുക്ക് പരിചിതവുമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി ലഭിക്കുന്ന നേന്ത്രപ്പഴം, ചക്ക, പൈനാപ്പിൾ എന്നിവ ഉണക്കിയെടുത്താലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും? സൂര്യപ്രകാശത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഗുണമേന്മയോടെ പഴങ്ങൾ ഉണക്കിയെടുക്കുവാൻ സാധിക്കുമോ? സാങ്കേതിക വിദ്യ എല്ലാ മേഖലകളിലും സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന ഇന്നത്തെ കാലത്ത് പഴങ്ങൾ ഉണക്കാൻ വെയിൽ കാത്തിരിക്കേണ്ടതുണ്ടോ? ഇങ്ങനെ ഉണക്കിയ പഴങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ ഉയരുന്ന 1000 ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായാണ് വാക്യൂം ഇംപ്രഗ്നേഷൻ എന്ന നൂതന സാങ്കേതിക വിദ്യയെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരോഗ്യം സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ ഏറെയാണ്. അവശ്യ പോഷകങ്ങളും ധാതുക്കളും നാരുകളും അടങ്ങിയ ഉണങ്ങിയ പഴങ്ങൾ ശരീരത്തിന് ഊർജം നൽകുന്നതിനൊപ്പം ദഹനത്തിനും സഹായിക്കുന്നു. മുഖ്യ ഭക്ഷണങ്ങൾക്കിടയിലെ ആരോഗ്യകരമായ ലഘുഭക്ഷണമായും ഇവ ഉപയോഗപ്പെടുത്താം. വീടുകളിൽ നാം പഴങ്ങളും പച്ചക്കറികളും ഉണക്കിയെടുക്കാറുണ്ട്. ഇങ്ങനെ ഉണക്കിയെടുക്കുമ്പോൾ അവയുടെ തനത് നിറവും രുചിയും നഷ്ടപ്പെട്ട് ഇരുണ്ടു പോകുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പഴങ്ങളുടെ തനത് നിറവും രുചിയും നഷ്ടമാകാതെ ലഭ്യമല്ലാത്ത സീസണുകളിലും പഴങ്ങളുടെ ഗുണങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന സാങ്കേതിക വിദ്യയിലേക്കാണ് കർഷകരും സംരംഭകരും ഒരുപോലെ ഉറ്റുനോക്കുന്നത്. ഇത്തരത്തിൽ പഴങ്ങളുടെ തനത് നിറവും രുചിയും അധികം നഷ്ടമാകാതെ ഉണക്കിയ പഴങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഏറെ പ്രചാരം നേടിയ ഒരു സാങ്കേതിക വിദ്യയാണ് ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. ബ്ലാൻഡ് ചെയ്തെടുത്ത പഴക്കഷ്ണങ്ങൾ തേനിലോ പഞ്ചസാര ലായനിയിലോ കുതിർത്ത് വെച്ചതിനു ശേഷം ഡ്രയറിൽ ഉണക്കിയെടുക്കുന്ന രീതിയാണിത്. ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ പ്രക്രിയ ഉപയോഗിച്ച് പഴങ്ങൾ ഉണക്കുന്നതിനായി ഏതുതരം ഡ്രയറുകളും ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നാൽ സാധാരണ രീതിയിൽ കൂടുതൽ സമയം എടുക്കുന്നു എന്നതാണ് ഈ സാങ്കേതിക വിദ്യയുടെ പോരായ്മ. ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ പ്രക്രിയയുടെ പോരായ്മകൾ നികത്തിക്കൊണ്ട് പഴങ്ങളുടെ ഉണക്കൽ പ്രക്രിയ സുഗമമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് വാക്യൂം ഇംപ്രഗ്നേഷൻ രീതി. പഴങ്ങളിൽ നിന്നും രുചിയിലും നിറത്തിലും മേന്മ പുലർത്തുന്ന ഉണക്കിയ ഉൽപ്പന്നങ്ങൾ അനായാസമായി ഉണ്ടാക്കിയെടുക്കുന്നതിനായുള്ള നൂതന സംവിധാനമാണിത്. സാധാരണയായി ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ രീതിയിൽ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന പ്രക്രിയ വാക്യൂം ഇംപ്രഗ്നേഷൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്നു. വാക്യൂം ഇംപ്രഗ്നേഷൻ സാങ്കേതിക വിദ്യയിൽ വായു ഇല്ലാത്ത അവസ്ഥയിൽ സംസ്കരിച്ചെടുക്കുന്നതിനാൽ ബാഹ്യലായനി വളരെ പെട്ടെന്ന് പഴക്കഷ്ണങ്ങളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും രുചിയും ഗുണമേന്മയും കൂടുതൽ നിലനിർത്തപ്പെടുകയും ചെയ്യുന്നു. വാക്യൂം ഇംപ്രഗ്നേഷൻ സാധ്യമാക്കുന്നത് പ്രധാനമായും 2 ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യഘട്ടത്തിൽ വാക്യൂം ഉപയോഗപ്പെടുത്തി പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളിലെ ജലാംശം മറ്റും വാതകങ്ങളും നീക്കം ചെയ്യപ്പെടുകയും അടുത്ത ഘട്ടത്തിൽ
ഈ സുഷിരങ്ങളിലേക്ക് പഞ്ചസാര ലായനിയോ മറ്റ് ദ്രാവക മിശ്രിതങ്ങളോ കടത്തിവിട്ട് വീണ്ടും അന്തരീക്ഷ മർദ്ദത്തിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്യുന്നു. അന്തിമ ഉൽപ്പന്നത്തിന്റെ ഉദ്ദേശവും തരവും അനുസരിച്ചാണ് അനുയോജ്യമായ ബാഹ്യലായനി തിരഞ്ഞെടുക്കുന്നത്. ഓസ്മോട്ടിക് ലായനി ഗാഢതയിലുള്ള വ്യത്യാസമനുസരിച്ച് ഐസോടോണിക്, ഹൈപ്പർടോണിക്, ഹൈപ്പോടോണിക് എന്നിങ്ങനെ 3 തരത്തിലാണുള്ളത്. വാക്യൂം ഇംപ്രഗ്നേഷൻ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ ലായനി പഴങ്ങളിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പോഷകമൂലം വർദ്ധിപ്പിക്കുന്നതിനായി അവയിലേക്ക് ജീവകങ്ങളും ധാതുക്കളും സംയോജിപ്പിക്കുന്ന രീതിയാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. ഇത്തരത്തിൽ പോഷക ഗുണം വർദ്ധിപ്പിച്ചിട്ടുള്ള ഫോർട്ടിഫൈഡ് അരി ഏവർക്കും സുപരിചിതമാണ്. ഫോർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യക്കാരേറെയായതിനാൽ കയറ്റുമതി സാധ്യതകളും കൂടുതലാണ്. വാക്യൂം ഇംപ്രഗ്നേഷൻ പ്രക്രിയയിലൂടെ നിറവും ജീവകങ്ങളും ഉൽപ്പന്നങ്ങളിലേക്ക് കടത്തിവിട്ട് ആഗിരണം ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നു. വിവിധ നിറത്തിലും രുചിയിലും മൂലകങ്ങൾ സംയോജിപ്പിച്ച് ഗുണമേന്മയേറിയ ഉണക്കിയ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ശംഖുപുഷ്പം, ഞാവൽ, ബ്ലൂബെറി, സ്ട്രോബെറി എന്നിവ പഴച്ചാറുകളിൽ നിന്ന് പ്രകൃതിദത്തമായ നിറങ്ങൾ സംയോജിപ്പിച്ച് വിവിധ നിറങ്ങളിലുള്ള ആകർഷകവും ആരോഗ്യപ്രദവും കൂടുതൽ സംവരണ കാലാവധിയുള്ളതുമായ ഉണങ്ങിയ പഴങ്ങൾ നിർമ്മിച്ചെടുക്കുവാനും സാധിക്കുന്നു. ശംഖുപുഷ്പം, സ്ട്രോബെറി എന്നിവയുടെ നിറങ്ങൾ കുമ്പളങ്ങയിലും പപ്പായയിലും സംയോജിപ്പിച്ച് വിവിധതരം ക്യാൻഡികൾ കേരള കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വാക്യൂം ഇംപ്രഗ്നേഷൻ സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. വാക്യൂം ഇംപ്രഗ്നേഷൻ വഴി ഉൽപാദനത്തിന്റെ ഊർജത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. നീക്കം ചെയ്ത വായു അറകളിലേക്ക് കൂടുതൽ ഊർജസമ്പന്നമായ ലായനികളായ ഉരുക്കിയ കൊഴുപ്പ്, സുക്രോസ് ലായനി എന്നിവ നിറച്ച് ഉൽപ്പന്നത്തെ കൂടുതൽ ഊർജസമ്പുഷ്ടമാക്കാം. ഉൽപ്പന്നത്തിന്റെ pH മൂല്യം നിലനിർത്തുന്നു. pH മൂല്യം ഉയർത്തുന്ന ബ്ലാഞ്ചിങ്, സ്റ്റോക്കിംഗ് തുടങ്ങിയ പ്രക്രിയയുടെ സമയക്രമം വാക്യൂം ഇംപ്രഗ്നേഷൻ വഴി ലഘൂകരിക്കാൻ ഉൽപ്പന്നത്തിന്റെ pH നിലനിർത്താനും സാധിക്കുന്നു. പ്രീ ഫ്രീസിംഗ്. ഫ്രീസിംഗിനു മുമ്പായി വാക്യൂം ഇംപ്രഗ്നേഷൻ ചെയ്ത് ശീതീകരിച്ച പഴങ്ങളുടെ പച്ചക്കറികളുടെയും ഘടനയും ഗുണമേന്മയും നിലനിർത്തുന്നതിന് അനുയോജ്യമാണ്. ഉപ്പിലിട്ട ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണം ലളിതമാക്കുന്നു. പഴങ്ങളും പച്ചക്കറികളും ഉപ്പിലിട്ട് വെക്കുന്നതിനായി വാക്യൂം ഇംപ്രഗ്നേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക വഴി ഉപ്പിലിട്ട് വെക്കാനെടുക്കുന്ന സമയം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുന്നു. വാക്യൂം ഇംപ്രഗ്നേഷൻ സമയത്ത് ഉണ്ടാക്കുന്ന മർദ്ദവ്യത്യാസം ഉൽപ്പന്നത്തിലേക്കുള്ള ഉപ്പിന്റെ ആഗിരണം എളുപ്പമാക്കുന്നു. ഉണക്കുന്നതിന് മുന്നോടിയായി വാക്യൂം ഇംപ്രഗ്നേഷൻ ചെയ്യുന്നതിലൂടെ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. വാക്യൂം ഇംപ്രഗ്നേഷൻ ചെയ്തതിനു ശേഷം ഭക്ഷ്യവസ്തുക്കൾ ഉണക്കുന്നതിലൂടെ ആന്റി മൈക്രോബിയൽ, ആന്റി ബ്രൗണിംഗ് സംയുക്തങ്ങൾ കൂടി സംയോജിപ്പിച്ച് ഗുണമേന്മയുള്ള ഉണക്കിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. പ്രോബയോട്ടിക് ലയനം സാധ്യമാക്കുന്നു. ഭക്ഷണപദാർത്ഥങ്ങളിലേക്ക് ആരോഗ്യദത്തമായ സൂക്ഷ്മജീവികളായ പ്രോബയോട്ടിക് ബാക്ടീരിയകളുടെ സംയോജനം സാധ്യമാക്കുന്നതിനായി വാക്യൂം ഇംപ്രഗ്നേഷൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താം. ഉൽപ്പന്നത്തിന്റെ താപചാലകത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. താപസംസ്കരണത്തിന് മുന്നോടിയായി വാക്യൂം ഇംപ്രഗ്നേഷൻ പ്രക്രിയയിലൂടെ ഉൽപ്പന്നത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്തി താപചാലകത വർദ്ധിപ്പിക്കാനും ഗുണമേന്മ മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. ഉൽപ്പന്നങ്ങളിൽ ധാതുലയനം സാധ്യമാക്കുന്നു. ആവശ്യമായ ഘടകങ്ങൾ ഉൽപ്പന്നങ്ങളിലേക്ക് സംയോജിപ്പിച്ച് നൂതനമായ പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കുവാൻ സഹായിക്കുന്നു. കോവിഡ് മഹാമാരിക്ക് മുൻപ് വരെ 10 മുതൽ 12% ഇന്ത്യൻ വിപണിയിൽ ഉണങ്ങിയ പഴങ്ങളുടെ വാർഷിക വളർച്ചാ നിരക്ക്. എന്നാൽ കോവിഡാനന്തര ആരോഗ്യകരമായ ലഘുഭക്ഷണം ഉൽപ്പന്നങ്ങളുടെ ആവശ്യകതയിൽ ഉണ്ടായിരുന്ന ഗണ്യമായ വർധനവ് ഉണങ്ങിയ പഴങ്ങളുടെ വിപണിയിലും വലിയ തോതിൽ വർധനവുണ്ടാക്കി. ഇപ്പോഴും വിപണി വിഹിതത്തിന്റെ 10% താഴെ മാത്രമാണ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ സംരംഭകർക്ക് ഏറെ സാധ്യതകളാണ് ഈ മേഖല തുറന്നു വയ്ക്കുന്നത്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SCCT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഏവർക്കും നമസ്കാരം. മണ്ണിന്റെ അമ്ലത്വത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സസ്യ വളർച്ചയെ പ്രത്യക്ഷമായും പരോക്ഷമായും നിയന്ത്രിച്ച് അതുവഴി വിളകളുടെ ഉൽപാദനശേഷിയെ ഗണ്യമായി സ്വാധീനിക്കുന്ന ഒരു സുപ്രധാന ഘടകമാണ് മണ്ണിന്റെ രാസവികാരം. സസ്യമൂലകങ്ങളുടെ ലഭ്യത, മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം, ജൈവവസ്തുക്കളുടെ ജീർണനം, സസ്യമൂലകങ്ങളുടെ പരിവർത്തനം എന്നിവയൊക്കെ മണ്ണിന്റെ രാസവികാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് അളക്കുന്നത് മണ്ണിന്റെ അമ്ലസാര സൂചിക അഥവാ pH തിട്ടപ്പെടുത്തിയാണ്. 0 മുതൽ 14 വരെ രേഖപ്പെടുത്തിയിട്ടുള്ള സൂചികയിൽ
0 മുതൽ 7 വരെ അമ്ലമായും 7 മുതൽ 14 വരെ ക്ഷാരമായും കണക്കാക്കപ്പെടുന്നു. അമ്ലതയും ക്ഷാരതയും തുല്യമായിരിക്കുമ്പോൾ pH 7 ആയിരിക്കും. അധികം അമ്ലമായോ ക്ഷാരമായോ ആയ മണ്ണ് സസ്യവളർച്ചയ്ക്ക് ഉത്തമമല്ല. മണ്ണിൽ ചേർക്കുന്ന രാസവളങ്ങളുടെ പരമാവധി കാര്യക്ഷമത ലഭിക്കാതെ പോകുന്നതിന് ഒരു മുഖ്യ കാരണം മണ്ണിന്റെ അധികരിച്ച അമ്ല ക്ഷാരസ്ഥിതിയാണ്. കേരളത്തിലെ മണ്ണുകൾ പൊതുവെ അമ്ല സ്വഭാവമുള്ളതാണ്. മാതൃപാറ ഗ്രാനൈറ്റ് ആയതുകൊണ്ടും ഉഷ്ണമേഖലാ പ്രദേശമായ നമ്മുടെ സംസ്ഥാനത്ത് കിട്ടുന്ന കനത്ത മഴ ക്ഷാര സ്വഭാവമുള്ള മൂലകങ്ങളെ ലയിപ്പിച്ച് ഒഴുക്കി മാറ്റുന്നതുകൊണ്ടാണ് മണ്ണ് അമ്ലമാകുന്നത്. അമ്ലജന്യങ്ങളായ രാസവളങ്ങളുടെ അമിത ഉപയോഗവും മണ്ണിന്റെ അമ്ലത വർദ്ധിപ്പിക്കുന്നു. സസ്യ വളർച്ചയ്ക്ക് ഏറ്റവും ഉചിതമായത് 6 മുതൽ 7 വരെയുള്ള pH ആണ്. പ്രധാന മൂലകങ്ങളെല്ലാം pH 6നും 7നും ഇടയിലാണ് സസ്യങ്ങൾക്ക് സുലഭമായി ലഭിക്കുന്നത്. അമ്ലത്വം അധികരിക്കുമ്പോൾ മണ്ണിൽ കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ പോഷകമൂലങ്ങളുടെ ലഭ്യത കുറയുന്നതിനാൽ ചെടികളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു. അമ്ലവീര്യം കൂടുന്തോറും ഇരുമ്പ്, അലുമിനിയം, മാംഗനീസ് തുടങ്ങിയ മൂലകങ്ങളുടെ ലയിത്വം വർദ്ധിച്ച് ദോഷകരമായ അളവിൽ മൺദ്രാവകത്തിൽ കടന്നുകൂടുകയും ചെടികളുടെ വളർച്ചയെ തടയുകയും ചെയ്യുന്നു. ഉദാഹരണമായി, അമ്ലത കൂടുമ്പോൾ നെൽപ്പാടങ്ങളിൽ ഇരുമ്പിന്റെ ലയത്വ കൂടുതൽ മൂലമുണ്ടാകുന്ന ചുവന്ന നിറത്തിലുള്ള പാട ഉപരിതലത്തിൽ കാണപ്പെടുകയും വേരുകൾ ചുവന്ന നിറമായി നശിച്ചു പോവുകയും ഇലകൾ മഞ്ഞളിച്ച് കരിഞ്ഞു പോവുകയും ചെയ്യുന്നു. നൈട്രീകരണം, നൈട്രജൻ നിക്ഷേപം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനം അമ്ലത കൂടുതലുള്ള മണ്ണിൽ മന്ദീഭവിക്കുന്നതായി കാണാം. മണ്ണിലെ അമ്ലത കൂടുതൽ സസ്യങ്ങളുടെ അമ്ല ക്ഷാര അനുപാതത്തിൽ അസന്തുലനം ഉണ്ടാക്കുകയും സസ്യരോഗങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. സസ്യകോശങ്ങളിലെ പല എൻസൈമുകളും പ്രവർത്തനരഹിതമാവുന്നതിനും ഇത് ഇടയാകുന്നു. അമ്ലത്വം കൂടിയ മണ്ണിൽ ഇരുമ്പ്, അലുമിനിയം തുടങ്ങിയ മൂലകങ്ങൾ ഫോസ്ഫറസുമായി സംയോജിച്ച് അലേയങ്ങളായ ഫോസ്ഫേറ്റുകൾ ഉണ്ടാവുകയും സസ്യങ്ങൾക്ക് ഫോസ്ഫറസ് ലഭിക്കാതാവുകയും ചെയ്യുന്നു. കൂടാതെ നൈട്രജൻ, സൾഫർ, മോളിബ്ഡനം എന്നീ മൂലകങ്ങളുടെ ലഭ്യത കുറയുകയും ചെയ്യും. മണ്ണിന്റെ രാസവികാരം അതിൽ വളരുന്ന സസ്യങ്ങളെ മാത്രമല്ല സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനെയും സാരമായി ബാധിക്കും. താരതമ്യേന pH 7ന് അടുത്തോ അതിനു മുകളിലോ ആകുമ്പോൾ മണ്ണിലെ സൂക്ഷ്മജീവികളായ ആക്ടിനോമൈസെറ്റുകളുടെയും ബാക്ടീരിയയുടെയും പ്രവർത്തനം ത്വരിതപ്പെടുന്നു. എന്നാൽ അമ്ലത സ്വഭാവമുള്ള മണ്ണിലാണ് കുമിളുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നത്. നമ്മുടെ വിളകളിൽ കാണുന്ന പ്രധാനപ്പെട്ട പല രോഗങ്ങൾക്കും കാരണം കുമിളുകളാണ്. ആയതിനാൽ അധികരിച്ച അമ്ലത്വം രോഗബാധ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് pHന്റെ ക്രമീകരണം നമ്മുടെ മണ്ണിന്റെയും വിളകളുടെയും ആരോഗ്യം നിലനിർത്തുന്നതിന് അത്യാവശ്യമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SCCT ഉദ്യോഗമണ്ഡൽ എറണാകുളം. മണ്ണിലെ pH ഉയർത്താനുള്ള മാർഗം ആവശ്യമായ അളവിൽ കുമ്മായം ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അമിതമായ കുമ്മായം ഉപയോഗിക്കുന്നതും ദോഷകരമാണ്. ഇതുമൂലം മണ്ണ് ക്ഷാരഗുണമാകാനും ആവശ്യ മൂലകങ്ങളായ ഇരുമ്പ്, മാംഗനീസ്, സിങ്ക്, കോപ്പർ, ബോറോൺ എന്നിവയുടെ ലഭ്യത കുറയാനും ഈടാകും. pH 8ന് മുകളിലേക്ക് പോയാൽ പലതരം ലവണങ്ങൾ വർദ്ധിച്ച തോതിൽ വെള്ളത്തിൽ ലയിക്കുന്നു. ഇങ്ങനെയുള്ള ലായനി ചെടികളുടെ കോശങ്ങളിൽ നിന്ന് കോശദ്രവത്തെ പുറത്തേക്ക് ആകർഷിക്കുന്നത് കൊണ്ട് കോശങ്ങൾ നശിച്ചു പോകുകയും സസ്യവളർച്ച നിലച്ചു പോകുകയും ചെയ്യുന്നു. മണ്ണിലെ pH മൂല്യം തിട്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ മണ്ണിലെ അമ്ലത്വ ക്രമീകരണത്തിനായി ചേർക്കേണ്ട കുമ്മായ വസ്തുക്കളുടെ അളവ് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ഓരോരോ ജില്ലയിലും പ്രവർത്തിക്കുന്ന മണ്ണ് പരിശോധനാശാലകളിൽ ഇതിനുള്ള സൗകര്യം ലഭ്യമാണ്. ചുണ്ണാമ്പുകല്ല്, കുമ്മായം, നീറ്റുകക്ക, ഡോളമൈറ്റ് എന്നിവയാണ് സാധാരണമായി കിട്ടുന്ന കുമ്മായ വസ്തുക്കൾ. മെച്ചപ്പെട്ട കാര്യക്ഷമത ലഭിക്കാൻ കുമ്മായ വസ്തുക്കൾ മണ്ണിൽ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണം. പെട്ടെന്ന് ഫലം ലഭിക്കേണ്ട ഹ്രസ്വകാല വിളകൾക്ക് നീറ്റുകക്കയോ കുമ്മായമോ ഇടണം. ചിരസ്ഥായി വിളകൾക്ക് പൊടിച്ച ചുണ്ണാമ്പുകല്ല് അല്ലെങ്കിൽ ഡോളമൈറ്റ് മതിയാകും. വെള്ളം കെട്ടി നിൽക്കുന്ന പാടങ്ങളിൽ വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം വേണം കുമ്മായം ചേർക്കേണ്ടത്. 24 മണിക്കൂറിന് ശേഷം വീണ്ടും വെള്ളം കയറ്റുകയും വേണം. പലപ്പോഴായി വെള്ളം കയറ്റി ഇറക്കുന്നത് നിർവീര്യമാക്കപ്പെട്ട ആസിഡുകൾ കഴുകി കളയുന്നതിന് സഹായിക്കും. കുമ്മായവും രാസവളങ്ങളും പ്രയോഗിക്കുന്നതിനിടയിൽ ചുരുങ്ങിയത് ഒരാഴ്ചത്തെ ഇടവേള നൽകണം. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ 2-3 തവണകളായി വേണം കുമ്മായം ചേർക്കാൻ. പ്രധാന വിളകൾക്ക് പൊതുവായി ശുപാർശ ചെയ്തിട്ടുള്ള കുമ്മായത്തിന്റെ അളവ് പറയുന്നു. നെല്ലിന് 600 കിലോഗ്രാം ഒരു ഹെക്ടറിന് എന്ന നിലയിൽ ആദ്യത്തെ 350 കിലോഗ്രാം ആദ്യ ഉഴവിന്റെ സമയത്തും 250 കിലോഗ്രാം നട്ട് വിതച്ച് 1 മാസം കഴിഞ്ഞും ഇടാവുന്നതാണ്. തെങ്ങിന്
1 കിലോഗ്രാം എന്ന അളവ് ഒരു തെങ്ങിന് ഏപ്രിൽ മെയ് മാസത്തിൽ നൽകാവുന്നതാണ്. വാഴയ്ക്ക് 500 ഗ്രാം ഒരു വാഴ എന്ന നിലയിൽ നടുന്ന സമയത്ത് നൽകാവുന്നതാണ്. പയർവിളകൾക്ക് 250 കിലോഗ്രാം 1 ഹെക്ടർ എന്ന അളവിൽ നിലം ഒരുക്കുമ്പോൾ നൽകാവുന്നതാണ്. കുരുമുളക് 500 ഗ്രാം ഒരു ചുവടിന് എന്ന തോതിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഉള്ള മാസങ്ങളിൽ ചേർക്കാവുന്നതാണ്. കമുങ്ങ് 500 കിലോഗ്രാം ഒരു കമുങ്ങ് എന്ന നിലയിൽ ഏപ്രിൽ മുതൽ മെയ് മാസം വരെ നൽകാവുന്നതാണ്. അധിക അമ്ലത കുറയ്ക്കുന്നതിനാണ് മുഖ്യമായും കുമ്മായം ചേർക്കുന്നതെങ്കിലും മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന പല ഗുണങ്ങളും ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. കുമ്മായ വസ്തുക്കളിൽ നിന്നും സസ്യാഹാര മൂലകങ്ങളായ കാൽഷ്യവും മഗ്നീഷ്യവും ലഭിക്കുന്നു. കൂടാതെ മണ്ണിന്റെ ഘടന നന്നാവുകയും നീർവാർച്ച പോലെയുള്ള ഭൗതിക ഭാവങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യുന്നു. പൊട്ടാസ്യത്തിന്റെ ആഗിരണ തോതിനെ അനുകൂലമായി നിയന്ത്രിക്കുന്നത് മൂലം മണ്ണിലടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം ചെടികളുടെ വളർച്ചയ്ക്ക് കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു. ഫോസ്ഫറസ് മൂലകത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നു. മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ തോതിൽ കാൽഷ്യം ലഭ്യമാകുന്നു. നൈട്രജൻ സംഭരണ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനവും കുമ്മായം ചേർക്കുന്നത് കൊണ്ട് മെച്ചപ്പെടുന്നു. പുളിരസം കൂടുതലുള്ള മണ്ണിൽ ഉണ്ടാകുന്ന മൂട് ചീയൽ പോലെയുള്ള കുമിൾ രോഗങ്ങൾ കുറയ്ക്കുന്നതിനും മണ്ണിൽ കുമ്മായം ചേർക്കുന്നത് ഒരു പരിധിവരെ സഹായിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SCCT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമോ ഡ്രോൺ ദീദി പദ്ധതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രമേഖലാ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. നാനോ വളങ്ങളുടെയും കീടനാശിനികളുടെയും കൃത്യമായ സ്പ്രേ ചെയ്യുന്നതിനായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും മുഖ്യധാര കൃഷിയിൽ അവരുടെ സുസ്ഥിരമായ പങ്കാളിത്തത്തിനും ഊന്നൽ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. പദ്ധതികളുടെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്: ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗ്രാമവികസന വകുപ്പ്, രാസവള വകുപ്പ്, NRLM, ലീഡ് ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയുടെ കീഴിൽ പ്രമോട്ട് ചെയ്യപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വിഭവങ്ങളും പരിശ്രമങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ ഇടപെടലുകൾ പദ്ധതി നിർദ്ദേശിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്നതിന് NRLM-ന് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഏരിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ SHG ഗ്രൂപ്പുകൾ എന്നിവയുടെ ശരിയായ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ നടത്തിപ്പ്. അങ്ങനെ ഡ്രോൺ സേവനങ്ങൾക്കായുള്ള അവരുടെ ഭാഗത്തെ കർഷകരിൽ നിന്നുള്ള ആവശ്യമനുസരിച്ച് പ്രദേശം അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിനായി വിലയിരുത്തപ്പെടും. അത് സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറും. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന മിഷൻ ഡയറക്ടറേറ്റ് ഓഫ് NRLM, LFC, ICAR പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി ഡ്രോണുകൾ നൽകുന്നതിനായുള്ള തിരിച്ചറിഞ്ഞ ക്ലസ്റ്ററുകളിലെ സംസ്ഥാനങ്ങളിലെ NRLM പ്രകാരമുള്ള പുരോഗമന വനിതാ സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കും. ഡ്രോൺ പൈലറ്റിന് വനിതാ SHG അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ഡ്രോൺ അസിസ്റ്റന്റ് പരിശീലനം എന്നിവ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ജില്ല തിരിച്ചുള്ള ഡ്രോൺ ഉപയോഗം, ലഭ്യത, നിലവിലുള്ള വിടവ് എന്നിവയുടെ വിലയിരുത്തൽ, ഭാവി ആവശ്യകതകൾ തിരിച്ചറിയൽ, തിരഞ്ഞെടുത്ത വനിതാ SHGക്ക് LFC കീടനാശിനി കമ്പനികളുമായി ഏകോപിപ്പിച്ച് ബിസിനസ് നൽകൽ ഉറപ്പാക്കൽ എന്നിവയാണ് മറ്റു സവിശേഷതകൾ. യോഗ്യരായ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളിൽ നിന്നും ഒരാളെ 15 ദിവസത്തെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. അതിൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രോൺ പൈലറ്റ് പരിശീലനവും കാർഷിക ആവശ്യത്തിനായും കീടനാശിനി പ്രയോഗത്തിനും വേണ്ടി അധിക 10 ദിവസത്തെ പരിശീലനവും ഉൾപ്പെടുന്നു. NRLM-ന് കീഴിൽ SHGയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റിംഗ്, മെക്കാനിക്കൽ ജോലികൾ എന്നിവ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡ്രോൺ സഹായിയായി പരിശീലനം നൽകും. തിരിച്ചറിഞ്ഞ സ്വയം സഹായ സംഘങ്ങൾക്ക് NRLM പ്രകാരം ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകും. NRLM-ന് കീഴിൽ SHGകൾ ഡ്രോണുകൾ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഡ്രോണുകളുടെ പരിപാലനത്തിനും ഡ്രോൺ കമ്പനികൾ മുഖേന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് LFCകൾ ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും SHGക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ബന്ധപ്പെട്ട SHGകളുടെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുമായുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി LFCകൾ ഡ്രോണുകൾ വാങ്ങുകയും SHGകൾക്ക് ഡ്രോണുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യും. അവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള
സ്വയം സഹായ സംഘങ്ങളുമൊത്തുള്ള ഡ്രോണുകൾ നാനോ വളങ്ങളുടെ ഉപയോഗം LFCകൾ പ്രോത്സാഹിപ്പിക്കും. നാനോ വളത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ SSGകൾ വാടകയ്ക്ക് നൽകുകയും SSGകൾക്ക് അധിക വരുമാനം നേടുകയും ചെയ്യും. നമോ ഡ്രോൺ ദീദിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഡ്രോൺ വാങ്ങുന്നതിന് NRLM SSGകൾക്ക് സബ്സിഡി നൽകുന്നു. ഡ്രോൺ വിലയുടെ 80% സബ്സിഡിയായി 8 ലക്ഷം രൂപയും നൽകുന്നു. ഡ്രോണിന്റെ ബാക്കി ചിലവിന് AIFൽ നിന്ന് വായ്പാ സൗകര്യം, അതുപോലെ 3% പലിശ നിരക്കിൽ ഈസി ലോണും നൽകുന്നതാണ്. ഡ്രോൺ പാക്കേജിന്റെ ഭാഗമായി ഡ്രോൺ പൈലറ്റ് പരിശീലനവും ഡ്രോൺ വഴി അധികമായി വരുമാനം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കർഷകർക്ക് ഡ്രോൺ സേവനം നൽകാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടംഫോസ്. ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20-5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20-5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്ക് രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി,
തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും, എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. FECT കാർഷിക സ്പോൺസർഡ് പരിപാടി.